അപ്പോ നേരത്തെ എം.ടി. ഒരു കഥ പറഞ്ഞില്ലേ? എന്തായിരുന്നു? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആ കഴിവുകള് ദേവന്മാർക്ക് കൊടുത്ത പോലുള്ള കഴിവുകള് മനുഷ്യന് കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോ എന്ത് ചെയ്തു? അവസാനം ഒരു തീരുമാനത്തിലെത്തി. കടലിൽ വെച്ചാലും ആകാശത്ത് വെച്ചാലും എവിടെ വെച്ചാലും അവന്മാര് കണ്ടുപിടിക്കും അല്ലെ? അപ്പൊ കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് എവിടെ വെക്കാൻ തീരുമാനിച്ചു? ബ്രെയിനിന്റെ അകത്ത് ഒളിച്ചു വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇത് നമുക്ക് ഇത് കേൾക്കുമ്പോ നമുക്കിതൊരു കഥയായിട്ടാണ് തോന്നുന്നത്, അത് സത്യമായിട്ടാണ് ശരിക്കും സത്യമായിട്ട് തോന്നുന്നല്ലേ? അപ്പൊ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞത് തുടങ്ങാം. ഒരു നാട്ടില് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ബെഗർ ഉണ്ടായിരുന്നു, പിച്ചക്കാരൻ, മീൻസ് ഭിക്ഷ എടുക്കുന്നതാണ്. അപ്പൊ ഇയാൾ ഇരിക്കുന്നത് എപ്പോഴും ഒരു ബോക്സിന്റെ മുകളിലാണ്, മറ്റേ പത്തായൊക്കെ പോലത്തെ ചെറിയൊരു പെട്ടിയുടെ മുകളിൽ, നല്ല മരത്തിന്റെ ഒരു പെട്ടിയുടെ മുകളിലാണ് ഇയാള് വഴിയരികിലിരിക്കുന്നത്. അപ്പൊ ഈ വഴിയിലിരിക്കുമ്പോ അതിന് തൊട്ടപ്പുറത്തായിട്ട് അമ്പലവും പള്ളിയും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഇദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങി അതിന്റെ മുകളിലിരിക്കും, ഭക്ഷണം കഴിക്കും, അങ്ങനെ അവിടെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇയാള് മരിച്ചു കഴിഞ്ഞപ്പോ അവിടെ നാട്ടുകാരെല്ലാരും കൂടെ കൂടിയിട്ട് ഇയാൾ ആ വഴിയരികിൽ ഇരിക്കാറുള്ള പെട്ടി പിന്നെ അവിടെ വേണ്ടല്ലോ, ആൾ മരിച്ചു പോയില്ലേ. അപ്പൊ ആ പെട്ടി അവിടെ നിന്നിട്ട് നീക്കിടാനായിട്ട് എല്ലാരും കൂടെ സഹകരിച്ച്, നല്ല വെയിറ്റുള്ള പെട്ടിയായിരുന്നു, അത് വളരെ ബുദ്ധിമുട്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു. അപ്പൊ ആളുകൾക്ക് ക്യൂരിയോസിറ്റി, ഇതിന്റെ അകത്ത് എത്ര വലിയ വെയിറ്റ്, അല്ല കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ട്, എന്താ സംഭവം, അല്ല കല്ലെങ്ങാനാണോ എന്ന് വിചാരിച്ച് അപ്പൊ അവര് കുറച്ചുകൂടെ ദൂരേക്ക് മാറ്റി വെക്കാനായിട്ട് പൊക്കിക്കൊണ്ടുപോകണ്ട, പൊളിച്ചു കൊണ്ടുപോകാതെ വിചാരിച്ചു. അവസ്ഥ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പൊളിച്ചു നോക്കിയപ്പോഴോ അതിന്റെ അകത്ത് ഡയമണ്ട്സ്, ഗോൾഡ്, ഒരുപാട് പണം, അങ്ങനെ കണ്ടമാനം കോടികൾ ആസ്തിയുള്ള ഒരു സാധനം ഇതിന്റെ അകത്ത് ഒരു നിധി തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത്, പിച്ചെടുത്ത് സമ്പാദിച്ചത് മുഴുവൻ ഇതിൽ വെച്ചിട്ടാണ് വീണ്ടും ജീവിതകാലം മുഴുവൻ വീണ്ടും ബെങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ഇപ്പൊ എവിടെ ഉണ്ടായിരുന്നത്? നിധി എവിടെ ഉണ്ടായിരുന്നത്? ആളിരിക്കുന്ന സീറ്റിന്റെ അടിയിൽ, ഇരിക്കുന്നത് അതിന്റെ മുകളിലായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും എവിടെ ഇരിക്കുന്നത്? നിധിയുടെ മുകളിലിരിക്കുന്നത്. നിധി നിങ്ങളുടെ താഴെയുണ്ട്, നിങ്ങൾ ആ നിധിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നിങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ ആ നിധി ഉണ്ട്. അതൊന്ന് കണ്ടെത്താം. ഇനി അത് മരണശേഷം കണ്ടെത്തോളം വേണ്ടത് ജീവിച്ചിരിക്കുമ്പോ ഇപ്പൊ തന്നെ കണ്ടെത്തോളം വേണ്ടത്? ജീവിച്ചിരിക്കുമ്പോ തന്നെ അല്ലേ? നമുക്ക് അതിനുള്ള ഒരു അവസരമല്ലേ കിട്ടിയിട്ടുള്ളത്? യെസ്, ആ അവസരമാണ് നമ്മളിവിടെ. ഈ അവസരം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ഈ ഭാഗ്യം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്ന ചുരുക്കം ആളുകൾക്ക് മാത്രം. ഇന്ന് കോടിക്കണക്കിന് ആളുകളുള്ള നമ്മുടെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയില് നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി. എന്താണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി പ്രത്യേകത? നമ്മളെപ്പോഴും പറയാറുണ്ട്, ഗെറ്റ് റിച്ച് സൂപ്പർ ഫാസ്റ്റ്. ഗെറ്റ് റിച്ച് സൂപ്പർ ഫാസ്റ്റ്. ഗെറ്റ് റിച്ച് സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുമ്പോ ഗെറ്റ് റിച്ച് സ്ലോ ആരാണ്? എംപ്ലോയീസ്. 30-40 വർഷത്തോടെ അവര് മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ 5-10 കോടി സമ്പാദിച്ച ഒരു കോടീശ്വരനോ കോടീശ്വരിയൊക്കെ ആവാം, ഉറപ്പൊന്നുമില്ല. ചിലരുടെ ഗെറ്റ് റിച്ച് സ്മാർട്ട്, ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരൊരു 15-20 വർഷം കൊണ്ടൊക്കെ ചിലപ്പോ പണക്കാരാവാറുണ്ട്. ചിലപ്പോ അതൊന്നും ഉറപ്പൊന്നുമില്ല. ചില ബിസിനസ്സുകാരൊക്കെ, ചെറുകിട ബിസിനസ്സുകാർ. പിന്നീട് ഗെറ്റ് റിച്ച് ഫാസ്റ്റ്, അവർ പണക്കാരാവുന്നത് ഒരു 5-10-15 വർഷം കൊണ്ടൊക്കെ ധനികരാവാറുണ്ട്. ഒരുവിധം കുഴപ്പമില്ലാതെ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും അങ്ങനെയുള്ള ബിസിനസ്സും റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾ. പിന്നെ ഉള്ളതാരാ? ഗെറ്റ് റിച്ച് സൂപ്പർ ഫാസ്റ്റ്. ഈ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 to 5 ഇയറിനുള്ളിൽ റിച്ച് ആവുന്ന ആൾക്കാർ. ഈ 2 to 5 ഇയറിനുള്ളിൽ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഒരു ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ് ആയിരിക്കണം, കോമ്പറ്റീഷൻ ഇല്ലാത്തതാവണം, പ്രൈസ് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം, നമുക്ക് കിട്ടുന്ന ലാഭം നമ്മൾ തീരുമാനിക്കാൻ പറ്റണം. ഏതൊരു ഓർഗനൈസേഷനും ഏതൊരു പ്രൊഡക്റ്റും ഏതൊരു പ്രൊജക്റ്റും എന്തൊരു സർവീസും എന്തോ ആയിക്കോട്ടെ, അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ 3 കാറ്റഗറി ആളുകൾ സാറ്റിസ്ഫൈഡ് ആവണം, ഹാപ്പി ആവണം. ഏതാ 3 കാറ്റഗറി ആൾക്കാർ? ഒന്ന്, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രൊജക്ട് അല്ലെങ്കിൽ ആ സർവീസ് എന്തോ ആയിക്കോട്ടെ, അത് കൺസ്യൂം ചെയ്യുന്ന കസ്റ്റമർ ഹാപ്പി ആവണം.
കസ്റ്റമർക്ക് അതിൽ നിന്ന് മാക്സിമം അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ലാഭം അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അത് മാത്രം മതിയോ? പോരാ. രണ്ടാമത്തെ കണ്ടീഷൻ, അത് വിൽക്കുന്ന കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തിക്കുന്ന സെല്ലേഴ്സ്, മീഡിയേറ്റേഴ്സ്, അവർക്കും നല്ല ലാഭം കിട്ടണം, അവരെയും സന്തോഷമാക്കണം, സാറ്റിസ്ഫൈഡ് ആക്കണം. അങ്ങനെ മാത്രമാണ് ആ പ്രൊജക്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് എന്താണോ അത് സക്സസ് ആവുന്നത്. ഇത് രണ്ടും മാത്രം ഓക്കെ ആയി കഴിഞ്ഞാൽ സക്സസ് ആവുമോ? ഇല്ല. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനി കൂടെ ലാഭത്തിലായ മാത്രം, ചെറിയ ലാഭത്തിലല്ല വലിയ ലാഭത്തിൽ. ഇപ്പൊ ഈ വിൽക്കുന്ന ആൾക്ക് ലാഭം കിട്ടി, നല്ലോണം പൈസ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വാങ്ങുന്ന ആൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി നഷ്ടത്തിലാണെങ്കിലോ മൂന്നും ഔട്ടാവും, അല്ലെ? മൂന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മുടെ പ്രൊജക്ടിന്റെ പ്രത്യേകത എന്താ? ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രൊജക്റ്റും എല്ലാം പ്രൈസ് നമ്മളെ തീരുമാനിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രൊജക്ട് ഒക്കെ കണ്ടു. നമ്മുടെ പ്രൊജക്ട് എന്താ? നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ, അല്ലെങ്കിൽ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ട്, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പ്രൊജക്ട്, ഈ പ്രൊജക്ടുകളൊക്കെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന BMW ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ, ഇതെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രൊജക്ടുകൾക്കുള്ള കോമൺ ആയിട്ടുള്ള പ്രത്യേകത എന്താ? ഇന്നോവേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇതിന് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റുകളൊന്നും ഇന്ന് ഫീൽഡില് വേൾഡിൽ എവിടെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. ആ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിതിന് ഇഷ്ടപ്പെട്ട റേറ്റ് നമുക്ക് ഇടാൻ പറ്റുന്നത്. നമ്മൾ ചില സമയത്ത് കോട്ടേജ് എത്ര രൂപ വിറ്റു? 45 ലക്ഷം രൂപ രണ്ടെണ്ണം. മറ്റേ മത്തി വിൽക്കണ പോലെ വിറ്റല്ലേ? അല്ലെ? മത്തിയല്ല, അയില 10 രൂപ രണ്ടെണ്ണം പണ്ടൊക്കെ കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ 50 രൂപ രണ്ടെണ്ണം എപ്പോഴാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മീൻ വിൽക്കുന്ന പോലെ വിറ്റിട്ടുണ്ട്. 45 ലക്ഷം രൂപ രണ്ടെണ്ണം. അതായത് ഓരോരുത്തരും 22.5 ലക്ഷം രൂപ. ഓക്കെ, ഇതാരെ തീരുമാനിക്കുന്നത്? നമ്മളെ തീരുമാനിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നി, അടുത്ത മാസം തോന്നി 50 ആക്കിയേക്കോ. ആര് ചോദിക്കാൻ? അല്ലെ? നമ്മളെങ്കിലും ഉള്ളു, വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ 50 ആക്കി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മള് 45 കഴിഞ്ഞ് 50 പോയി, 60, 70, 75, 85, 95 കഴിഞ്ഞപ്പോ 1 കോടി എത്തി. ഇനിയിപ്പോ 1, 10, 1, 4, 1 ഉടനെ തന്നെയാവും. അതുവരെ ഉണ്ടാവും എനിക്ക് അറിയില്ല. അതിന് വിറ്റ് തീരുമല്ലോ. അപ്പൊ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തെല്ലാം തീർന്നു. രണ്ടാമത്തെ സ്ഥാനത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ബെനിഫിറ്റ് ആർക്കുള്ളതാ? കമ്പനിക്ക്. കമ്പനി വില കൂട്ടുമ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ബെനിഫിറ്റ് സെല്ലേഴ്സിന് കിട്ടുന്നുണ്ട്. സെല്ലേഴ്സിന് മാത്രമല്ല, കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്, ഇല്ലേ? ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെ ശിവദാസ് ചേട്ടാ എത്ര രൂപ കോട്ടേജ് വാങ്ങിയ? സത്യം പറയാം. ശിവദാസ് ചേട്ടൻ പേര് മാറി, സബാസ് ചേട്ടൻ 2 എത്ര രൂപ വാങ്ങിയ? 45 രൂപ രണ്ടെണ്ണം. 45 ലക്ഷം രൂപ 2 കോട്ടേജ് വാങ്ങിയ കസ്റ്റമർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ. അപ്പൊ 22.5 ലക്ഷം രൂപ ഒരെണ്ണം കിട്ടി. ഇപ്പോ ഒരെണ്ണത്തിന്റെ വില 1 കോടി. അപ്പോ 45 ലക്ഷം രൂപ എത്ര കോടിയായിട്ട് മാറി? 45 ലക്ഷം എത്രയായിട്ട് മാറി? 2 കോടി. 2 എണ്ണത്തിനാണ് 45 ലക്ഷത്തിന് കൊടുത്തത്. അപ്പൊ ഇൻവെസ്റ്റർക്കും പ്രോഫിറ്റ് അല്ലേ? ഇത് വിറ്റ നിങ്ങളിപ്പോ ഹാപ്പി അല്ലേ? കമ്പനി ഹാപ്പി അല്ലേ? കമ്പനി ആദ്യം നഷ്ടത്തിലെ കൊടുത്ത് എല്ലാവർക്കും അറിയാം. റിലയൻസ് ഒരു രൂപ ഫോൺ കൊടുത്ത പോലെ കൊടുത്തത് 22 ലക്ഷം രൂപ. കാരണം എന്താ? നമുക്കതിന്റെ ലാൻഡ് കോസ്റ്റ് കിട്ടിയിട്ടില്ല, അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കിട്ടിയിട്ടില്ല, മാർക്കറ്റിംഗ് കോസ്റ്റ് കിട്ടിയിട്ടില്ല. എന്തിന് ഇവിടുന്ന് നമ്മൾ ആളുകളെ കൊണ്ടുപോയി അവിടെ പ്രോഗ്രാം നടത്തി അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അറിയാലോ, ചെറിയ എമൗണ്ട് ഉള്ളൂ. പക്ഷേ ഇപ്പൊ ഇവിടെ എത്ര മേടിക്കുന്നു? പ്രശ്നം തീർന്നില്ലേ? അപ്പൊ ഈ 3 കാറ്റഗറിയിലും ഹാപ്പി ആക്കിയാലാണ് നമുക്കൊരു കോൺസെപ്റ്റ് സക്സസ് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ സക്സസ് ആവാൻ പറ്റുന്നത്. നമ്മളിപ്പോ റമദാൻ മാസമൊക്കെ അല്ലേ, എല്ലാവരും സൂചിപ്പിച്ചോട്ടെ. ഒരു ഖുർആൻ വചനം എടുത്തിട്ടുണ്ട്. ഗോഡ് വിൽ നോട്ട് ചേഞ്ച് ദ കണ്ടീഷൻ ഓഫ് ഫോക്സ് അണ്ടിൽ ദേ ചേഞ്ച് വാട്ട് ഈസ് ഇൻ ദെയർ ഹാർട്ട്സ്. എന്താ അർത്ഥം? God will not change the condition of folks until they change what is in their hearts. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ചുളിവുകൾ മായ്ക്കാതെ നിവൃത്തിയില്ല. ഇത് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. ഉണ്ടാവും, ഇല്ലാന്ന് പറഞ്ഞല്ല. ഓക്കെ, അതെ. സംശയമുള്ളത് നോക്കാം. 13, 11. ഓക്കെ, 13ാമത്തെ സൂറത്തിൽ 11ാമത്തെ ആയത്തെടുത്ത് നോക്കിയാൽ മതി. ഗോഡ് വിൽ നോട്ട് ചേഞ്ച് ദ കണ്ടീഷൻ ഓഫ് ഫോക്സ് അണ്ടിൽ ദേ ചേഞ്ച് വാട്ട് ഈസ് ഇൻ ദെയർ ഹാർട്ട്സ്. അപ്പൊ എപ്പോഴും
ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതി, വളഞ്ഞ ചിന്താഗതി ഒന്നുമില്ല. അതെല്ലാം നല്ല സ്ട്രെയിറ്റ് ചെയ്ത് ഡ്രസ് കൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാണ് പറയുന്നത്. നെക്സ്റ്റ്. യെസ്. അപ്പോ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ക്രിസ്ത്യൻസിന് നോമ്പൊക്കെ ഇരിക്കട്ടെ. As a man thinketh in his heart, so is he. എന്ന് പറഞ്ഞാൽ നല്ല നസ്രങ്ങൾ ആരെങ്കിലും ഉണ്ടോ? As a man thinketh in his heart, so is he. നിങ്ങൾ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഒരു കള്ളനാവണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾ കള്ളനാണ്, ഒരു കോടീശ്വരനാവണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു കോടീശ്വരനാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതായി തീരുന്നു. നെക്സ്റ്റ്. അപ്പൊ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. ബി കെയർഫുൾ വാട്ട് യു തിങ്ക് ബിക്കോസ് യുവർ തോട്ട്സ് റൺ യുവർ ലൈഫ്. ബി കെയർഫുൾ വാട്ട് യു തിങ്ക്. ശ്രദ്ധിച്ചോളാം. ഇവിടെ ഇരുന്ന് എന്തെങ്കിലും, ഇവിടെ ഇരുന്നല്ല, ഇവിടെ ഇരുന്ന ഇവിടുന്ന് പുറത്തു പോയിട്ടായാലും മോശമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ, യുവർ തോട്ട്സ് റൺ യുവർ ലൈഫ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പുറമേക്കൊന്ന് കാണിച്ച് അകത്ത് വേറൊന്ന് ചിന്തിച്ചാലും കാര്യമില്ല. എന്താണോ പുറമെ കാണിക്കുന്നത്, ഇപ്പൊ പുറമെ കാണിക്കുകയും വേണം, അകത്ത് അതേപോലെ ആവുകയും വേണം. ഇതും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ്. അപ്പൊ ഭഗവത്ഗീതയിൽ പറഞ്ഞല്ലോ മതേതരത്വം കൊണ്ടുവന്നില്ല കേട്ടോ. ഇത് ഇതിന്റെ സംസ്കൃതമാണ്, അതവിടെ കേട്ടെ. നമുക്കിത് പറയാം. എലിവേറ്റ് അവർ ഓൺ മൈൻഡ് ബിക്കോസ് മൈൻഡ് ഈസ് അവർ ഫ്രണ്ട് ആസ് വെൽ ആസ് എനിമി. എലിവേറ്റ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ ഉയർത്തി, ഒരു ഉയർന്ന ചിന്താഗതികൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ബിക്കോസ് മൈൻഡ് ഈസ് അവർ ഫ്രണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, അല്ലെ? മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് ഏറ്റവും അടുത്ത സുഹൃത്ത്. അതുപോലെ തന്നെ ശത്രു. നല്ലത് ചിന്തിച്ചോ നമ്മുടെ നല്ലതാവും, മോശം ചിന്തിച്ചോ അത് തന്നെയാവും. അപ്പൊ ഒരു സൊല്യൂഷനുള്ളൂ, നല്ലത് മാത്രം ചിന്തിക്കുക. അപ്പൊ ഗീതയിലും ബൈബിളിലും ഖുറാനിലും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്. Conquer. Yes. Conquer might is our best friend, but if I fail to do so, will be the greatest enemy. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുക. മനസ്സിനെ നിങ്ങൾ കീഴടക്കുക. ആ മനസ്സാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ആ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടോ, അവൻ തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രു. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിൽ, മനസ്സിനെ കീഴടക്കുന്നതിൽ നമ്മൾ വിജയിച്ചോ, മനസ്സാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ അവനായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എന്ന് വെച്ചാൽ നമ്മളെ നാശത്തെ കൊണ്ട് ചാടിക്കും. വീണ്ടും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഓമ്പുള്ള ആൾക്കാർ ഞാൻ നോക്കട്ടെ. അറബിയിൽ قد أفلح من زكاها وقد خاب من دساها. കുറച്ച് പെൺകുട്ടി പറഞ്ഞു ഞാൻ നിരീശ്വരവാദിയാണ്. ഇപ്പൊ ആരും നിരീശ്വരവാദി പറഞ്ഞു. ഇതിന് അർത്ഥം ആരും പറയുന്നു നോക്കട്ടെ. വലിയ നിരീശ്വരവാദികളല്ലാത്ത ആൾക്കാർ അതേതാ ചാക്യാരാണ്, ഒന്നും വിചാരിക്കണ്ട. പറ ആര് പറയും? കുറെ തട്ടൊക്കെ ആൾക്കാർ ഇല്ല. ഞാൻ ആ ടൈപ്പല്ല. അവിടെ തട്ടൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഇല്ലേ? നമ്മുടെ ആപ്പിന് വൈകി അറിയുന്നോ കുഴപ്പമില്ല. അറിയാത്തവർ പറഞ്ഞ അവിടെ ഇല്ലേ? ഇല്ല അവിടെ അങ്ങോട്ട്. എന്നാ പിന്നെ നമ്മുടെ ഷെഫീഖിന്റെ വൈഫ് അവിടെ അവിടെ ഒളിച്ചിരിക്കുക. ചേർത്തടിയില്ല. നേരെ ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ആരും ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ ഞാൻ തന്നെ പറയണം. അപ്പൊ അല്ലേ അറിയുന്നത് പറഞ്ഞ അപ്പൊ ആരുമില്ല കൂട്ടത്തില്. അപ്പൊ ഞാനിത് അർത്ഥം കഥ അഫ്ലാമൻ ദസാഹ. ഇതായ വായിച്ചു. ഇത് അർത്ഥം പറഞ്ഞ പോലെ അവിടെ okay. He has succeeded who purified his mind and he has failed to do containment his soul. ആരുടെ മനസ്സാണോ ശുദ്ധമായിട്ടുള്ളത് അവർ വിജയിക്കും. ആരാണോ മനസ്സിനെ മലിനമാക്കിയിട്ടുള്ളത് അവന്റെ കാര്യം കട്ടപ്പോകും. ചുരുക്കി പറഞ്ഞ ബൈബിളും ഗീതയും ഖുർആനും എല്ലാം എന്താ പറഞ്ഞേക്കണേ?
മനസ്സ് നല്ല പളങ്കുപാത്രം പോലെ ആക്കി വെച്ചോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. നിങ്ങൾക്ക് ഒരു കോടീശ്വരനോ കോടീശ്വരോ എന്ത് വേണോ അതെല്ലാം നിങ്ങൾക്ക് പറ്റും. മനസ്സാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ആ മനസ്സിനെ കീഴടക്കുക എന്ന് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാം. അത് നമ്മുടെ നിയന്ത്രണത്തിൽ വെക്കാന്നുള്ളതാണ്. യെസ്, നെക്സ്റ്റ്. യെസ്, നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക, ഇന്ന് ഈ ലോകത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു ഹോട്ടൽ റൂമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചുറ്റും നോക്കി, വെറുതെ നോക്കി, എല്ലാവരും കൊണ്ടും അടിയിൽക്കും മുകളിലും താഴെക്കും സൈഡിലും. ഇവിടെ ഈ കാണുന്ന സാധനങ്ങളിൽ മനുഷ്യൻ കണ്ടുപിടിക്കാത്തതായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. എല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചല്ലേ. എത്ര വർഷം പഴക്കമുണ്ടാവും? എനിക്ക് തോന്നുന്നു ഹോട്ടലിൽ 25 വർഷം പഴക്കമുണ്ടാവും അല്ലെ? 20-25 രണ്ടോ എനിക്ക് അറിയില്ല, അത്രയൊന്നും ഇല്ല അല്ലെ? നമ്മൾ പ്ലാസ് 2010 10 വർഷത്തെ പഴക്കമുള്ളൂ. യെസ്, 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഴക്കമുള്ള ഒരു സംഭവമാണ്. മാഷേ മറ്റുള്ള കോടികൾ ഉണ്ടാക്കുന്ന കാര്യം പരമാവധി ഒന്നും നോക്കിയിട്ടുണ്ട്. വേറെ ഓർമ്മണ്ട? അവിടെ ഞാൻ അടുത്തേക്ക് ഒരു ഒത്തിട്ടായിരിക്കും ആരെങ്കിലും ഇടയിൽ ഓർമ്മണ്ട? ഉണ്ടാ? ഇല്ലല്ലോ. ഓക്കെ, മാഷോളം പഠിച്ചു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മളോട് നടക്കുന്നത്? മാഷാരെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലാതെ ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റിലും എവിടെ നോക്കിയാലും ഒന്നുമില്ല. എല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. അപ്പൊ പിന്നെ ദൈവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഭൂമി ഉണ്ടാക്കിയത് ദൈവം? ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഓർത്തുകൊള്ളുവോ? സംഭവിച്ചില്ലെങ്കിൽ അല്ലെ? അപ്പൊ ദൈവം ഭൂമി സൃഷ്ടിച്ചു. ആ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്? മണ്ണുണ്ട്, കല്ലുണ്ട്, പാറകളുണ്ട്, മലകളുണ്ട്, കുന്നുകളുണ്ട്, ജലാശയങ്ങളുണ്ട്, മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ? മനുഷ്യനും ഓക്കെ, നമ്മൾ മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ മനുഷ്യൻ മൃഗം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ആരുണ്ടാക്കിയത്? മനുഷ്യൻ. മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കി ഇവിടെ? ഇപ്പൊ നടന്നതൊഴികെ നമ്മൾ ഈ പറഞ്ഞ ഈ കല്ലും മണ്ണും മലകളും വെള്ളവും നമുക്ക് ഒഴിച്ച് ബാക്കി ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. രാജേട്ടന്റെ മുടി കറുപ്പിക്കുന്ന ഡൈ മുതല് നവറിന്റെ തട്ടം മുതല് അല്ലെ എല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. ഇവിടെ നമ്മളിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസ് ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, കാർപ്പറ്റ് ആയിക്കോട്ടെ, സൗണ്ട് സിസ്റ്റം ആയിക്കോട്ടെ, മൈക്ക് ആയിക്കോട്ടെ, LED ബോൾ ആയിക്കോട്ടെ, എന്ത് സാധനം എടുത്തു ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. ഈ കാണുന്ന ബിൽഡിംഗ് നോക്കിയേ, ബുർജ് ഖലീഫ 828 മീറ്റർ, ഏകദേശം 1 കിലോമീറ്റർ ഉയരമുള്ള ബിൽഡിംഗ്. അത് 1000 കിലോമീറ്റർ എന്ന് പറയായിരുന്നു. 828 മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫ അതുണ്ടാക്കിയതാ, മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പൊ മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നോക്കാം, അടുത്തെന്താ നോക്കാം. എന്താ പറയുക? അടുത്ത് നോക്കി, അടുത്ത് നോക്കാം. കോബ്ര ടവർ കുവൈറ്റ്, ഇത് ഓപ്പണിംഗ് ആയിട്ടില്ല തോന്നുന്നുണ്ട് അല്ലെ? വർക്ക് നടക്കുന്നുള്ളൂ. കോബ്ര ടവർ, അതായത് 2 രാജവെമ്പാലകൾ ഇങ്ങനെ പിണഞ്ഞു നിൽക്കുന്നത് പോലുള്ള ഷേപ്പില് ഒരു ബിൽഡിംഗ് കുവൈറ്റില് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4 കിലോമീറ്റർ ഉയരമുള്ള ടോക്കിയോ ജപ്പാനിലുള്ള ബിൽഡിംഗ് ആണ്. 4 കിലോമീറ്റർ, അതായത് ബുർജ് ഖലീഫയുടെ 5 മടങ്ങ് ഉയരത്തിലുള്ള ബിൽഡിംഗ്. അതെവിടെ? ജപ്പാനിലെ ടോക്കിയോയില് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നക്കീൽ ടവർ, ദുബായിൽ നിന്ന് വരാൻ പോണ അടുത്ത വലിയൊരു ബിൽഡിംഗ് ആണ് നക്കീൽ ടവർ. ഇതും മനുഷ്യനുണ്ടാക്കിയതാണ്. നെക്സ്റ്റ് ജിദ്ദ ടവർ, സൗദി അറേബ്യ. ഇതും നമ്മുടെ ബുർജ് ഖലീഫിനേക്കാളും വലിയ ബിൽഡിംഗ് ആണ്. നെക്സ്റ്റ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, USA. ഇത് അമേരിക്കയില് 18-ാം നൂറ്റാണ്ടിന്റെ എൻഡില്, 19-ാം നൂറ്റാണ്ടിന്റെ എൻഡിൽ ഉണ്ടാക്കിയതാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന് പിന്നെ ഒരു കഥയുണ്ട്. ഈ ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ഒരു ആക്സിഡന്റില് കോമ സ്റ്റേജിലേക്ക് പോയി. അപ്പൊ ഇതിന്റെ പ്ലാനിങ് കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇതിന്റെ എക്സിക്യൂഷനിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഒരു ആക്സിഡന്റിൽ ആള് പാരലൈസ് ആയിട്ട് കെടുപ്പായി കഴിഞ്ഞപ്പോ ഇയാളുടെ ഹൗസ് വൈഫ് ആയിട്ടുള്ള ഭാര്യയുമായിട്ട് ഇയാൾക്കൊരു പാരലൈസ്ഡ് ആയി എന്ന് പറയാനോ കോമ സ്റ്റേജിലായി പോയി. അപ്പൊ ഇദ്ദേഹത്തിന് സംസാരിക്കാനോ ഒന്നിനുള്ള കഴിവില്ല, അനങ്ങുന്നില്ല, ജീവനുണ്ടെന്ന് മാത്രം. പക്ഷെ ഒരു വിരല് മാത്രം അനങ്ങുന്നത്, ജസ്റ്റ് ഒരു വിരലനങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ അനങ്ങുന്ന വിരലിന്റെ ഒരു മൂവ്മെന്റ് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഇദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ടിരുന്നത് ഭാര്യയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ പറയാറില്ല, ഞാനിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോ ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല, ഇങ്ങനെ കാണിച്ചാൽ രണ്ടാണെന്ന് അറിയാം എന്നതുപോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ ഒരു ഭാഷ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഉള്ള ആ ഒരു അനക്കം വെച്ച് ഭാര്യയോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെ വൈഫ്
വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട സിവിൽ കോഴ്സുകളും എല്ലാം പഠിച്ച് ഇദ്ദേഹത്തിന്റെ ഈ മൂവ്മെന്റിലൂടെ ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഭാര്യയെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു വിരലിന്റെ അനക്കം കൊണ്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പേര് പറയാം. ഇത് ഈ ബ്രിഡ്ജിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ബ്രിഡ്ജാണ്, സാധാരണ ബ്രിഡ്ജല്ല. അതുകൊണ്ട് വർഷം ആലോചിക്കണം, 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ്. ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഗൂഗിളിൽ യൂട്യൂബിൽ കാണണ്ടോ, ഞാൻ ജസ്റ്റ് ടിപ്സ് പറഞ്ഞു കൊടുത്തുള്ളൂ. അൾട്ടിമ ടവർ സാൻ ഫ്രാൻസിസ്കോ 3.25 കിലോമീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ്, ഇതും മനുഷ്യനുണ്ടാക്കിയതാണ്. സ്പേസ് എക്സ് മാസ് മിഷൻ 2030 പോണ്ടേ, ടൂർ പോണ്ടേ, 2030 എലൻ മസ്കിന്റെ സ്പേസ് എക്സ് മാസ് മിഷൻ. ത്രീ ജോർജസ് ഡാം 2012 പണി കഴിച്ച ചൈനയിലുള്ള ഒരു ഡാമാണ്. ഈ ഡാമിന്റെ വലിപ്പത്തിന് ഇടുക്കി ഡാമിന്റെ 28 മടങ്ങ് വലിപ്പമുള്ള ഡാം. ഇടുക്കി ഡാം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു പേടി സ്വപ്നമാണല്ലേ. ഒന്ന് അതിന്റെ അടുത്ത് പോയി കണ്ടിട്ടുള്ളവരുണ്ടാവില്ലേ? അതിൽ നല്ല സമയത്ത് വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് വെറുതെ അടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് പേടി തോന്നും, ഇതെന്തേ കാണുന്നു. ആ ഇടുക്കി ഡാമിന്റെക്കാളും 28 മടങ്ങ്. ഈ ഇടുക്കി ഡാം പൊട്ടിയെന്താ ഉണ്ടാവുക? കേരളത്തിന്റെ പകുതി വെള്ളത്തിനടിയിലോ ഒന്നും ചെയ്യില്ല. കേരളത്തിന്റെ പകുതി വെള്ളത്തിനടിയിൽ ആവുകയും ചെയ്യും, ബാക്കിയുള്ള പകുതി അതോടെ നശിച്ചില്ലാതാവുകയും ചെയ്യും, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പൊ അത്രയും വലിയ ഇടുക്കി ഡാമിനേക്കാളും 28 മടങ്ങുള്ള ഡാം ഉണ്ടാക്കിയതും ആരാ? നമ്മളാ, മനുഷ്യര്. ഓക്കെ. 1904 എയ്റോപ്ലെയിൻ റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചു. ഇന്ന് പണ്ടൊക്കെ എന്തെങ്കിലും ദുബായിലും അമേരിക്കയിലൊക്കെ പോകണമെങ്കിൽ എത്രയോ മാസങ്ങൾ എടുക്കുമായിരുന്നു അല്ലെ? മാസങ്ങളാണ് കപ്പലിലോ അല്ലെങ്കിൽ എന്താ പറയാ ഉരു യൂസഫലിക്കൊക്കെ അങ്ങനെ പോയതുകൊണ്ട് അല്ലെ. ലുലുവിന്റെ ഓണർ യൂസഫലിക്ക് ഉരുവിന് കയറിട്ട് പോയത്, അതായത് പായക്കപ്പല്. ആ പായക്കപ്പലിൽ കയറിയിട്ട് മാസങ്ങൾ എടുത്തിട്ടാണ് പണ്ട് പോയിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് 3.5 മണിക്കൂർ കൊണ്ട് ദുബായിൽ എത്താം. ഏതാനും മണിക്കൂറുകൾ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും എത്താവുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ആ കണ്ടുപിടുത്തത്തിന് തുടക്കം കുറിച്ചതാണ് കഷ്ടിച്ചൊരു 100-120 വർഷം മുമ്പ് റൈറ്റ് ബ്രദേഴ്സ് എയ്റോപ്ലെയിൻ. A380 അത് 900 സീറ്റുള്ള ജംബോ പ്ലസ് അത്രയും തന്നെ അത്ര ആളുകളുടെ ലഗേജും വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ദുബായിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഡയറക്റ്റ് ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റ് A380. 900 പേരും കൊണ്ട് എയറിൽ ഇവിടെ കൽപ്പിച്ചു നോക്കി. ഇവിടെ എത്ര ഉണ്ട്? 200 സംതിങ്. ഇതിന്റെ ഒരു 4.5 ടൈംസ് 4-5 ഇരട്ടിയോളം ആളുകളെ ഒരുമിച്ച് കയറ്റിരുത്തി 10-ലധികം മണിക്കൂറുകൾ ഫ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റ് കണ്ടുപിടിച്ചു. ഇതുവരെ നമ്മളല്ലേ മനുഷ്യർ. ആ റൈറ്റ് ബ്രദേഴ്സിന്റെ മോട്ടിവേഷനിൽ വന്നിട്ടുള്ള സംഭവം ഗിഫ്റ്റ് സിറ്റി ഗുജറാത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന അടുത്തതാണ്. അമരാവതി ആന്ധ്രാപ്രദേശ്. കസാനിവാസാക്കി ജപ്പാൻ, ദ ബിഗ്ഗസ്റ്റ് ന്യൂക്ലിയർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്ലാന്റ് എവിടെയുള്ളത്? ജപ്പാനിൽ. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു മനുഷ്യര്. ഇത് കണ്ടുപിടുത്തങ്ങളാണ്, വർഷങ്ങൾ എടുത്തിട്ടുണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും കാണുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇതെല്ലാം നമുക്ക് നശിപ്പിക്കാൻ ഒരു രാജ്യം തന്നെ സെക്കൻഡുകൾ മിനിറ്റുകൾ കൂടി ഇല്ലാതാക്കാനുള്ള ആറ്റം ബോംബ് കണ്ടുപിടിച്ചതാരാ? മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ഏതോ ഒരുത്തന്റെ, എന്നെ പോലെ നിങ്ങളെ പോലെ ഓരോരുത്തരും ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ആ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞതല്ല. ലോകത്തിൽ എന്തൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് 2 പ്രാവശ്യം സംഭവിക്കും. 2 പ്രാവശ്യം. ഒന്ന്, അത് ആഗ്രഹിച്ച ആളുടെ ചിന്തയിൽ, രണ്ടാമത് അത് റിയാലിറ്റി. ഈ ക്രൗൺ പ്ലാസ ഹോട്ടൽ ഇവിടെ ഇത് ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴാ? ഈ ക്രൗൺ പ്ലാസ ഹോട്ടലിന്റെ ഉടമസ്ഥന്റെ ചിന്തയിൽ. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചത് കൊണ്ടാണ് ഇത് ഉണ്ടായത്. ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് ആൾ ചിന്തിച്ചതോ? അല്ല. നമ്മുടെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രോജക്ട് 1400 ഏക്കർ ചന്ദനത്തോട്ടം. എനിക്ക് ഇപ്പൊ 1400 കഴിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് 1400 ഏക്കർ എനിക്ക് കാണാൻ പറ്റും. നമ്മുടെ കോട്ടേജ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഈ കോട്ടേജിൽ 150 കോട്ടേജുകളും അതുപോലെ നമ്മുടെ പുറത്തുള്ള കുളങ്ങളില്ലേ, കുളം, ആ കുളത്തിന്റെ സൈഡിലുള്ള മരങ്ങളിൽ, ആ മരങ്ങളിലുള്ള ഏറുമാടങ്ങൾ, ആ കുളത്തിൽ വെള്ളത്തിലേക്ക് ചാടിച്ചു നിൽക്കുന്ന, വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് ഏകദേശം 11 കോട്ടേജുകൾ. അതിനകത്തുള്ള നമ്മുടെ കോട്ടേജിന്റെ കോമ്പൗണ്ടിന്റെ അകത്തുള്ള 150 കോട്ടേജുകൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസ്, ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്.
എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞു. ഈ രണ്ടാമത് റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു ആറ്റം ബോംബ് എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ നശിപ്പിക്കാനുള്ള ആ ബുദ്ധി ആ കഴിവും മനുഷ്യന് തന്നെയുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞില്ലേ, എം.ഡി പറഞ്ഞില്ലേ, ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എല്ലാം ഉണ്ട്, നമ്മൾക്ക് ധൈര്യമുണ്ട്. ഇത് ആര് കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. യെസ്, ഇനി ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ഹൈഡ്രജൻ ബോംബ് അതും മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ നശിപ്പിച്ചു കളയാൻ നിസ്സാരക്കാരാണോ നമ്മള്? ചില്ലറക്കാരാണോ നമ്മള്? പിന്നെ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ വിഷമിച്ചിരിക്കുന്നല്ല ചോദിച്ചത്, എന്തിനാ നിങ്ങളൊരു കോടീശ്വരനാവാതിരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ധനികരാവാതിരിക്കുന്നത്? ഇത്രയൊക്കെ എഫേർട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളോട് ആരെങ്കിലും പോയിട്ട് ബൾബ് കണ്ടുപിടിക്കാൻ പറഞ്ഞോ? നിങ്ങളോട് ആരെങ്കിലും ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞോ? നിങ്ങളോട് ആരെങ്കിലും പോയിട്ട് AK-47 കണ്ടുപിടിക്കാൻ പറഞ്ഞോ? സ്മാർട്ട് ഫോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞോ? ഇന്റർനെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞോ? ഇതൊക്കെ ഓസിക്ക് ഉപയോഗിക്കണില്ലേ? ഓസിക്കുന്ന ഉദ്ദേശിച്ച് ചിലർ പൈസ കൊടുത്തിട്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 500 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്റർനെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ ഏതോ ഒരുത്തൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണം. എന്താ പോലെ നീ കണ്ടുപിടിച്ചോ, ഞാൻ ചിലർ പൈസ കീഴ് തന്നോ, വേറെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മളെ കൊണ്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യണ്ടേ? യെസ്. അപ്പൊ അതാണ് നമ്മൾ ഒരിക്കലും ഒരു ലിമിറ്റഡ് ചിന്താഗതിക്കാരാവരുത്. നമ്മുടെ ബ്രെയിനിന്റെ, നമ്മുടെ ചിന്തകളുടെ ആ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് കീഴടക്കാൻ പറ്റാത്തതായിട്ടോ നേടാൻ പറ്റാത്തതായിട്ടോ നമുക്കൊന്നുമില്ല. യെസ്, ഇതായിട്ട് ഒരു ലോറിയും അല്ലെങ്കിൽ ജീപ്പിനൊക്കെ ഈസി ആയിട്ട് പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഹെലികോപ്റ്ററും. യെസ്, സുഖോയ് അറിയാലോ, റാഫേൽ. യെസ്, നെക്സ്റ്റ്. ഇതെന്താണ് ഈ കാർ BYD എന്ന കാർ കമ്പനി എല്ലാവരും കണ്ടിട്ടില്ലേ? BYD. യെസ്, എന്നാൽ BYD ഫുൾ ഫോം എന്താ? റാഫിന്റെ ഉറക്കം തൂങ്ങിയല്ല പറഞ്ഞിട്ട് പോയാൽ റാഫി ഉറക്കം തൂങ്ങി വെടിവഴിപാട് വൈകിപ്പോഴും വിളിച്ചു പറയാണ്ട് പോവാൻ പറ്റൂല. ഓർക്കത്തിലാണെങ്കിലും കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ച്, സോറി, ആരും മെഡിറ്റേഷനിലായിരുന്നു. മെഡിറ്റേഷനിലെ ഓക്കെ, സോറി മെഡിറ്റേഷൻ. അപ്പൊ ഇത് എന്താ പറഞ്ഞ ബിൽഡ് യുവർ ഡ്രീംസ് അല്ലേ? ഓടിവാ ഉത്തരം പറഞ്ഞു ഉറങ്ങിയാലേ ഗിഫ്റ്റ് തരും. ശരി, ഉറങ്ങിയതല്ല. ഓക്കെ, അപ്പോ ബിൽഡ് യുവർ ഡ്രീംസ്. അപ്പൊ ഈ കാരണം പ്രത്യേകത എന്താണെന്ന് അറിയോ? ആർക്കറിയാം? ആ കുട്ടിക്ക് അറിയോ? ഈ കുട്ടിക്ക് അറിയാൻ എനിക്കറിയാം. ആ കുട്ടി ഉണ്ട്. ആ കാലത്ത് പ്രത്യേകത ഉണ്ടായി, മറ്റു കാലങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ എല്ലാ കാലം വെള്ളത്തിൽ കൊണ്ടൂല. ഈ കാലത്തിന്റെ പ്രത്യേകത നമുക്ക് ബോട്ട് പോലെ ഓടിക്കാൻ പറ്റും. അതായത് അരമണിക്കൂർ സമയം നമുക്കിതിപ്പോ നമ്മുടെ ഫ്ലഡ് വന്നില്ലേ 2018-ലും 2019-ലും വെള്ളപ്പൊക്കം ഫ്ലഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാലങ്ങൾ ടോട്ടൽ ലോസ് ആയി പോയിട്ടുണ്ടല്ലേ, വെള്ളത്തിന് മുങ്ങി നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഈ കാലത്തിന്റെ പ്രത്യേകത ഇത് നമുക്ക് അരമണിക്കൂർ ബോട്ട് തുഴഞ്ഞ് ഓടിച്ചു പോകുന്നത് പോലെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഓടിച്ചു പോകാൻ പറ്റിയ ഒരു കാരണം. എന്താല്ലേ, ഒന്ന് ഫാസ്റ്റ് ആക്കി ലാസ്റ്റ് സീൻ മാത്രം ഉണ്ടാവുന്ന ഈ വെള്ളമല്ല, വെള്ളത്തിൽ കൂടെ മുങ്ങി പോകണമെങ്കിൽ കാണിച്ചോ? ഓക്കെ, ഞാൻ കണ്ടില്ല. ശരി, നെക്സ്റ്റ്. അതുപോലെ ഇനി എന്താ, ഓട്ടോ പാർക്കിംഗ് നമ്മൾ വേണ്ട എന്ന് പറയുന്ന കമ്പനികൾക്കുണ്ടല്ലേ, ഓട്ടോ പാർക്കിംഗ് ഉള്ള കാറുകളുണ്ട്. യെസ്, ഓടിക്കും ഒരുപാട് കമ്പനികളുടെ മറ്റേ എന്താണ് അഭിലാഷിന്റെ കാറിന് വരുന്ന B6, മഹേന്ദ്രയുടെ B6-ഉം ഓടി BMW ബെൻസിലൊക്കെ ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട്. അതുപോലെ പറക്കുന്ന കാറുകൾ. നെക്സ്റ്റ്. യെസ്, അപ്പൊ ഇതൊക്കെ ഇന്ന് മനുഷ്യന്റെ ബുദ്ധി കുറിച്ച കാര്യങ്ങൾ മാത്രം, എല്ലാം അങ്ങനത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കുള്ളത് ഉണ്ടാവേണ്ട ഒരേ ഒരു കാര്യം എന്താ ചിന്തിക്കണ്ടേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റി ഓരോരുത്തരുടെ ബ്രെയിൻ ഉണ്ടെങ്കിൽ, ചിന്തക്കുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, കുറച്ച് കോടികൾ ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? പോസിബിൾ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പനിയിൽ വരുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അല്ല, ഒരുപാട് പേര് നമ്മള് വയനാട് നമ്മുടെ പ്രൊജക്ട് കാണാൻ വരും. അതുപോലെ സൂമിൽ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും.
ഹൈവേ ഗാർഡന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ വന്നു പോകുന്ന ആൾക്കാരിൽ ചിലര് പറയും ഇറ്റ് വോണ്ട് വർക്ക്, ഇതൊന്നും നടക്കുന്ന കേസല്ല അല്ലേ? കേട്ടില്ല നിങ്ങളൊക്കെ? എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചെറിയൊരു ശതമാനം ആൾക്കാർ പറയും ഇതൊന്നും നടക്കുന്ന കേസല്ല, നമുക്ക് ശരിയാവില്ല എന്ന് പറയും. ഓക്കെ, അവര് പോകും, അവരെ വഴിക്ക് പോകും. രണ്ടാമത് ഒരു ടീമുണ്ട്, വന്ന് കുറച്ച് നാളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, ഒരു 1-2 മാസം ഇങ്ങനെ കൂടെ നടന്നു നോക്കും. ലെറ്റ്സ് ജസ്റ്റ് സീ, നോക്കാം എന്താവും, നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വയനാടൊക്കെ ഒന്ന് വരും, 1-2 പ്രോഗ്രാം ഇവിടെ ഹൈവേ ഗാർഡനിലൊക്കെ വരും. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ കാണുന്നുണ്ടാവില്ല. സൂപ്പിലൊക്കെ ആദ്യം ഉണ്ടാവും, പിന്നെ കാണില്ല. പിന്നെ മൂന്നാമത്തെ ടീമുണ്ട്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. യെസ്, ഇതൊന്ന് ശ്രമിച്ചു നോക്കാം, എന്തായാലും ഒന്ന് ചെയ്തു നോക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ടീം ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ ഒരു 5-6 മാസത്തിൽ പിടിച്ചു നിൽക്കും. കുറച്ചാളൊക്കെ ഉണ്ടാവും ഒരു 5-6 മാസത്തിൽ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി തട്ടിമുട്ടിയൊക്കെ നിന്ന് അവരെ സീരിയസ് നല്ല സപ്പോർട്ടൊക്കെ കൊടുത്ത് അവർക്കും നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ മിക്കവാറും അതിൽ കയറിപ്പോകും. അപ്പൊ ഈ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്കറിയാം. ആൾക്കാരെ നിങ്ങൾക്കറിയാം, പിന്നെ നിങ്ങൾ ഓരോരുത്തരും പറയണല്ലോ, നിങ്ങൾക്ക് എന്താ അറിയാം? ഈ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എന്തായാലും ഇതൊന്ന് നോക്കിയേക്കാം, എന്തായാലും ഇതും കൂടെ ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ എനിക്ക് ശരി. പലതും ചെയ്തിട്ടുണ്ടാവും, ഇതിനു മുമ്പ് പല പല പരിപാടികൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ ചിലപ്പോൾ പൈസ പോയിട്ടുണ്ടാവും, ഫെയിൽ ആയിട്ടുണ്ടാവും, സമയം പോയിട്ടുണ്ടാവും. എന്താ പിന്നെ ഇതും കൂടെ നോക്കിയേക്കാം എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാരുടെ മൈൻഡ്. നാലാമതൊരു കാറ്റഗറി ഉണ്ട്, അതാണ് ഇവിടെ ഇരിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ. എനിക്ക് തോന്നുന്നത് ഒരു 95% ആൾക്കാരും ഈ സറണ്ടർ എന്ന് പറയുന്ന ഇതിൽപ്പെട്ടതാണ്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഞാൻ ഇതിൽ നിന്ന് ഇനി വിജയം കണ്ടിട്ടേ പോകും, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഇതൊരു കോടീശ്വരി ആവുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നേ നടക്കുള്ളൂ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വേറെ എവിടേക്കില്ല, എന്നെ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ഇരിക്കുന്നവരാണ്, ആ ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ സറണ്ടർ ആയതുകൊണ്ടല്ലേ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ നോമ്പാണ്, മുസ്ലിംസിന് നോമ്പുണ്ട്, ക്രിസ്ത്യൻസിന് നോമ്പുണ്ട്, ബാക്കി പല ആളുകൾക്കും പല എക്സ്ക്യൂസുകളുണ്ട്, ടീമിലുള്ളവർക്ക് അതാണ്, മറ്റൊരു പല പല എക്സ്ക്യൂസുകൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ എന്നെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരാണ് ലൈഫില് സക്സസ് ആവുന്ന ആൾക്കാർ. അവർക്ക് ട്രൈ ഒന്നുമില്ല, ഇതൊന്നുമില്ല, അവര് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു, ഇനി ഇതിലൂടെ വിജയിച്ചേ മടങ്ങൂ, ഇത് തന്നെ എനിക്ക് മാർഗമുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു സീറോയിൽ നിന്നും ഹീറോ ആകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സാധാരണ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ഒരു കോമൺ ഒരു കാര്യമുണ്ട്. ട്രെയിനേഴ്സ് പറയും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ബിസിനസ് പറയാൻ പോകരുത്, അവർക്ക് ബിസിനസ് കൊടുക്കണ്ട, അവർക്കൊന്നും ബിസിനസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ബിസിനസ് പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈഫിൽ സക്സസ് ആക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ലൈഫിൽ ഒന്ന് കുറച്ച് മെച്ചപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അതായത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് എബോവ് ഉള്ള ആളുകളോട് മാത്രമേ ബിസിനസ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവരെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ, ബിസിനസ് ആയാലും എന്ത് ചെയ്താലും സക്സസ് ആവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു കാര്യങ്ങളോട് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കണ്ട, അത്തരത്തിലുള്ള ആളുകളോടൊന്നും ബിസിനസ് പറയാൻ പോകണ്ട എന്നാണ് സാധാരണ രീതിയിൽ ട്രെയിനേഴ്സ് പറയാറുള്ളത്. നമ്മളോട് എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ചെയ്യണം, ഇവിടെ സീറോ ആണെങ്കിൽ പോലും നിങ്ങളെ എങ്ങനെ ഒരു ഹീറോ ആക്കാന്നുള്ളതാണ് ഞങ്ങളുടെ പരിശ്രമം. നിങ്ങൾ സീറോ ആണോ? കുഴപ്പമില്ല, ഞങ്ങളാക്കി തരും. എന്താ ഇവിടെ രാജസാർ ഇരിക്കുന്നുണ്ട്. രാജസാറിനും ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ആളുകളെ ലൈഫിൽ സക്സസ് ആക്കണം എന്നുള്ള, ഇതുപോലെ സീറോയിലുള്ള ആളുകളെ ഹീറോ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ പോലെ തന്നെ. അതുപോലെ തന്നെ ഇന്നിവിടെ ഇരിക്കുന്ന ഒരു പല ആളുകളുണ്ട്, എനിക്കറിയാം, ഇവിടെ പേഴ്സണലി അറിയാം, എന്നേക്കാൾ ഏജ് ഉള്ള, എന്നേക്കാൾ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള, എന്നേക്കാൾ പൊക്കമുള്ള, അല്ലെങ്കിൽ എന്നേക്കാൾ എന്താ പറയാ ഗ്ലാമർ ഉള്ള എല്ലാം പല 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 ആളുകളുണ്ട് പല രീതിയിലും. പക്ഷേ ഇവിടെ ഇതൊന്നും നമ്മുടെ ലൈഫില് അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിലും സക്സസിന് ഇതൊന്നും ഒരു തടസ്സമല്ല. നമുക്ക് ഏതൊരാൾക്ക് വേണമെങ്കിലും ഇവിടെ ഈ എന്നെക്കാളും അല്ലെങ്കിൽ കമ്പനിയിലെ ഡയറക്ടേഴ്സ് അല്ല ഞങ്ങളെക്കാളും എക്സ്പീരിയൻസും ഏജും നോളജും എല്ലാം ഉള്ള ആളുകളെ കൂടി ഉണ്ടെങ്കിൽ പോലും അവര് പോലും ഇന്നിവിടെ ഞങ്ങളെ കേൾക്കാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊന്നും മോശക്കാരായിട്ടല്ല, ചില്ലറക്കാരായിട്ടല്ല,
അവർക്കുണ്ട് ജീവിതത്തിൽ ഇനിയും അടുത്തൊരു ലെവലിലേക്ക്, വലിയ ലെവലിലേക്ക് ഉയരണം എന്നുള്ള ആഗ്രഹം. ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ പലരുണ്ട് ഇവിടെ. അവർക്ക് ഇനിയും വലിയ സക്സസുകളിലേക്ക് പോകണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവരെല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്നത്, അല്ലെ? കറക്റ്റല്ലേ? ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് അറിയാലോ. ഇതൊക്കെ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ്. നോക്കിയും നമുക്കറിയാലോ, അംബാനിമാരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അല്ലെ? ധീരുഭായ് അംബാനി, മുകേഷ് അംബാനിയുടെ അല്ല, അംബാനിയുടെ അച്ഛനായിട്ടുള്ള ഈ അല്ല ധീരുഭായ് അംബാനിക്ക് എന്തായിരുന്നു പണി? അല്ല, ചായ പണം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പണി ഉണ്ടായിരുന്നു, നരേന്ദ്രമോദിയുടെ അതേ പണി ഉണ്ടായിരുന്നു ധീരുഭായ് അംബാനിക്കും പണ്ട്. പിന്നീട് വണ്ടികൾക്ക് പെട്രോളും ഡീസലും ഒഴിച്ചു കൊടുത്ത പെട്രോൾ പമ്പിൽ ജോലിക്കാരനായിട്ട് ജോലി ചെയ്തു. പക്ഷെ ഒരു പെട്രോൾ പമ്പിൽ വണ്ടികൾക്ക് പെട്രോളും ഡീസലും ഒഴിച്ചു കൊടുക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു ചായക്കടി വിൽക്കുന്ന ഒരാള് മാക്സിമം സ്വപ്നം കാണാൻ പോകുന്നത് എന്തായിരിക്കും മാക്സിമം സ്വപ്നം കാണാൻ പോകുന്നത്? ഒരു ചായ കടി വിൽക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ഒരു തട്ടുകട തുടങ്ങാം, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാം. പെട്രോൾ പമ്പിൽ വണ്ടികൾക്ക് പെട്രോൾ ഡീസൽ ഒഴിച്ചു കൊടുക്കുന്ന ആള് എങ്ങനെ ഒരു പമ്പിന്റെ മുതലാളിയാവും, ഓണറാവും എന്നാ ചിന്തിക്കാം. പക്ഷെ ഇദ്ദേഹം ആഗ്രഹിച്ചത് എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയുടെ ഓണറാവും, പെട്രോൾ ഡീസലൊക്കെ ഉണ്ടാക്കുന്ന റിഫൈനറിയുടെ ഓണറാവെന്ന് ചിന്തിച്ചു. ഇന്ന് ലോകത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള 2 പേരുടെ അച്ഛൻ, അല്ലെ? ഓക്കെ, ധീരുഭായ് അംബാനി. അതുപോലെ ഷാറൂഖ് ഖാനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഷാറൂഖ് ഖാന്റെ അച്ഛല്ലേ? അച്ഛൻ മരണപ്പെട്ടിട്ട് അച്ഛന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കാൻ പൈസ ഇല്ലാതെ സുഹൃത്തിന്റെ കാറ് വാങ്ങി ആ കാറിൽ കയറ്റി ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള ആളാണ്. ആംബുലൻസ് വിളിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വെച്ചെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്തി ഉള്ള നടൻ, അല്ലെ? ഷാറൂഖ് ഖാൻ. ഓക്കെ. അതുപോലെ തന്നെ ഇന്ദിരാനോയി സിഇഒ, പെപ്സിക്കോന്റെ സിഇഒ ആയിരുന്ന ഇന്ദിരാനോയി സാധാരണ ഒരു വീട്ടിൽ നിന്നും പഠിച്ചു വളർന്നു വന്നിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ എന്തായിരുന്നു പേര്? കൽപ്പന സരോജിന്റെ പ്രത്യേകത എന്താ? ഇവര് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചയച്ചു. അവിടെ നിന്ന് ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഓടിപ്പോയി. 13-ാമത്തെ 12-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചയച്ചതാണ്. അവിടുന്ന് പീഡനങ്ങൾ സഹിക്കാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. അവിടുന്ന് ഈ തൊപ്പി നിർമ്മാണം, നല്ല തൊപ്പികളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതാണ്. അങ്ങനെ ഒരു സെൽഫ് എംപ്ലോയി ആയിട്ട് കരിയർ ആരംഭിച്ചു. പിന്നീട് വളരെ വലിയ രീതിയിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബ്രാൻഡിന്റെ ഓണറായി മാറിയിട്ടുള്ള ഒരു ലേഡി. ഇവരെ കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് ബാക്കിയൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ്. യെസ്, ഇതാരാ പറയുന്നത്? ബറാക് ഒബാമ എവിടെയിരുന്നു? അദ്ദേഹം ഒരു കെനിയയിലൊരു ചേരിയിൽ താമസിച്ചിരുന്ന മനുഷ്യനാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആയത്. ഞാനിതൊക്കെ പറയണമെന്ന് മനസ്സിലായ നമ്മൾക്ക് ഇവരെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. പണ്ടേ മുതൽ ഇവരെക്കാളൊക്കെ മുകളിലാണ്. അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കും. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ എത്രയോ ക്വാളിഫൈഡ് ആണ്, എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. യെസ്, ഇതൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഫേസ്ബുക്കിന്റെ സുഖബർഗും ലാരി പേജും ഇതൊക്കെ അവരെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ജെഫ് ബെസോസും യൂസഫ് അലിക്കും എല്ലാം, നമുക്ക് BNC മേനോനും ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി പറഞ്ഞതാ, എ മാൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് തോട്ട്സ്. എ മാൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് ഓർ ഹെർ തോട്ട്സ്. എന്താ പറഞ്ഞ? ഒരാൾ ആരാണെന്ന് നിശ്ചയിക്കുന്നെങ്ങനെ ആ ആളുടെ ചിന്തകളുടെ റിസൾട്ടാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ്. അതാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വലുത് ചിന്തിച്ചാൽ വലുതാവും, കോടികൾ വേണമെന്ന് ചിന്തിച്ചാൽ കോടികൾ ഉണ്ടാവും, നമുക്ക് ബില്യൺ വേണമെന്ന് ചിന്തിച്ചാൽ ബില്യൺ ഉണ്ടാവും, മില്യൺ വേണമെന്ന് ചിന്തിച്ചാൽ ബില്യൺ ഉണ്ടാവും, ആയിരങ്ങൾ വേണമെന്ന് വെച്ചാൽ ആയിരങ്ങളുണ്ട്. എന്ത് നിങ്ങൾ ചിന്തിക്കുന്നു അതായിത്തീരുന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനിടെ കൂടെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പണി നോക്കട്ടെ. അപ്പൊ നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ പറയാനല്ലേ, നോക്കട്ടെ. കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമുകളിൽ ഒന്നും വരാത്ത എന്റെ പ്രോഗ്രാം ആദ്യം അറ്റൻഡ് ചെയ്തോരുന്ന കൈവക്കി എൻവൈസ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് ആൾക്കാരുള്ളല്ലേ. ഇതുവരെ കാക്കനാട് വന്നിട്ടില്ല, മൂന്നാറിൽ വന്നിട്ടില്ല, വാഗമണിൽ വന്നിട്ടില്ല, ഊട്ടിയിൽ വന്നിട്ടില്ല.
കുറച്ച് പേരുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ളതാണ് ചോദ്യം കേട്ടാ. വേറെ ആരെങ്കിലും ഇടയിൽ പറയുന്നത്. അപ്പോ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോ അതില് എങ്ങനെ 1K അല്ലെങ്കിൽ 1M എന്നൊക്കെ കാണാറില്ലേ? കണ്ടിട്ടില്ലേ? വ്യൂസ് കാണാറുണ്ട്. ഈ 1K എന്ന് പറഞ്ഞാൽ എന്താ? 1000 അതെല്ലാവർക്കും അറിയാം. എന്താണ് കെ? പറഞ്ഞു കൊടുത്താൽ ഫൈനടിക്കും. വീണ്ടും കെ 1K ഏത് ബാങ്കിലെ മാനേജറാ? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉടുപ്പി ബ്രാഞ്ചിലെ മാനേജർ പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു 95% ആളുകളും ഒരു മിഡിൽ ക്ലാസ് ആൻഡ് ബിലോ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു 5% അല്ലെങ്കിൽ അതിൽ താഴെ ആളുകൾ മാത്രം വലിയ കോടീശ്വരന്മാരാവുന്നു. അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ് പറയുമ്പോ ഏതാ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിന് മുമ്പുള്ള നീഡ്സ് അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയാ? അതിന് തൊട്ട് മുമ്പ് എസ്റ്റീം നീഡ്സിൽ എത്തി നിൽക്കുന്നത് വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രം. അല്ലെങ്കിൽ എസ്റ്റീം നീഡ്സും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് എത്തുന്നത് വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചാൻസ് തരാതെ മിഠായി തരാം, പേടിക്കണ്ട. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രം ധനിക അല്ലെങ്കിൽ കോടീശ്വരി ആവുമ്പോ ഭൂരിഭാഗം ആളുകളും അതാവാതിരിക്കുന്നതിന്റെ റീസൺ എന്താണ്? ചിന്ത. അത് ആൻസർ അതിന് ഉണ്ടായില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൻസർ ആണ് ചിന്ത എന്ന് പറയുന്നത്. ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആരും അവിടെ എത്താത്തത്, അല്ലെങ്കിൽ നമ്മളല്ല എത്താത്തവരെത്താത്തത്. ഓക്കെ, അപ്പൊ ചിന്ത വേണം. പിന്നെ ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അല്ലെ? നന്നായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതിന് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടണം. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം പോരാ, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. നമുക്കത് ഒരു കഥയും കൂടെ പറയാം. ഇങ്ങനെ പറഞ്ഞൊരു രസമല്ല. നമുക്ക് ഏത് കഥ പറയണം? ഞാനൊരു കഥ സജസ്റ്റ് ചെയ്തതിന് പറ്റിയ കഥ. പാമ്പാ? പിന്നെ അത് വേണം, പാമ്പാ. ശരി. അത് ഉച്ചയ്ക്ക് ശേഷം പറയാം. പൂജാരി അത് വേണ്ട, അത് ഉച്ചയ്ക്ക് ശേഷം. അത് കൊള്ളാം. നല്ലൊരു കഥ സജസ്റ്റ് ചെയ്ത് ഓടിയോ വേഗം. കോട്ടൊന്നും വേണ്ട. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ഒരു കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ഈ കഥ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയവും. കുറെ നേരം എപ്പോഴും നിർത്താതെ ചെയ്യുന്നല്ലേ. അപ്പൊ ഈ ഒരു കഥ കഴിയുമ്പോഴേക്ക് ലഞ്ച് ആവും അല്ലെ? എന്തോ റെഡി അല്ലേ? ഓക്കെ, അപ്പോ പറയട്ടെ, കഥ പറയട്ടെ. അല്ലെങ്കിൽ കഥ പറയാൻ ആഗ്രഹം ഉണ്ടാവും. എന്നോട് ഇരുന്നു. ഓക്കെ, ഒരു കാട്ടില് പണ്ട് ഈ കാക്കനാട് എന്ന് പറയുന്നത് ഭയങ്കര കാടായിരുന്നു അല്ലേ? കാക്കനാടിനുള്ള ആൾക്കാർക്ക് അറിയില്ലേ? ഭയങ്കര കൊടും കാടായിരുന്നു. ഒരു 100, 150, 200, 300, 500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവിടെ മനുഷ്യന്മാരൊന്നും ഇല്ല. ഇത്രയും വലിയ കാടായിരുന്നു. അപ്പൊ ഈ കാട്ടിലെ രാജാവ് സിംഹം. കാട്ടിലെ രാജാവ് ആരാ പറഞ്ഞു? കാട്ടിലെ രാജാവാണ് സിംഹം. നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങൾ ഏതെങ്കിലും രാജാവിനെ കണ്ടിട്ടുണ്ടോ? സിംഹം കാട്ടിൽ പോയിട്ട് സിംഹത്തിനെ കണ്ടിട്ടുണ്ടോ? വെറുതെ അടിക്കുന്നല്ലേ? അന്നടിക്കണ്ട. കാട്ടിലെ രാജാവ് സിംഹം. ഓക്കെ, അപ്പൊ സിംഹത്തിന്റെ ഭാര്യ, രാജാവും രാജ്ഞി. അപ്പോ സിംഹത്തിന്റെ ഭാര്യ രാജ്ഞി സിംഹിണി പൂർണ്ണ ഗർഭിണിയാണ്. പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ മുമ്പ് എല്ലാ ദിവസവും പോയിട്ട് മുയലിനെയും മാനിനെയും നല്ല ആട്ടുകുട്ടിനെയും പശുക്കിടാവിനൊക്കെ പിടിച്ചുകൊണ്ടു ഇങ്ങനെ തിരിച്ചിരിക്കുക. പണ്ട് ചൈന പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ റാഫി ചെയ്തിരുന്ന പോലെ ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കും. മസാല ദോശ, ബിരിയാണിക്ക് മേടിച്ചു കൊടുക്കുന്ന പോലെ ഇങ്ങനെ മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കേണ്ട. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഇര പിടിക്കാൻ പോണ സമയത്ത് ചോദിച്ചു, ഇന്ന് നിനക്ക് എന്താ കഴിക്കാൻ തോന്നുന്നത് ചോദിച്ചു. ഭാര്യനോട് ചോദിച്ചു.
അപ്പൊ ഇന്നൊരു മാനായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ശരി, എന്നാ പിന്നെ ഞാൻ മാനിനെ പിടിച്ചിട്ട് വരാതെ ഇറങ്ങുമ്പോ സമയത്ത് പറഞ്ഞു, ചേട്ടാ ഞാനും ഉണ്ട് കൂടെ, ഇവിടെ കുറെ ദിവസമായി കാലത്തിരിക്കും, ബോറടിക്കും, എന്നെ കൊണ്ടൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ വേണ്ട നീ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന, എപ്പോഴാണ് പെയിൻ വരുന്നതെന്ന് അറിയില്ല, പിന്നെ പ്രസവം നല്ല വഴിയിലേക്കാവൂലേ, നീ പുലിവാന് വേണ്ട ഇവിടെ ഞാൻ പോയി പിടിച്ചിട്ട് വന്നു. പറഞ്ഞേ പറ്റൂല, എന്നെ കൊണ്ടുപോകണം, നിർബന്ധം പിടിച്ചു. പൊതുവെയല്ലേ, പറഞ്ഞ കേൾക്കില്ലോ. അപ്പൊ അങ്ങനെ നിർബന്ധം പിടിച്ച് കൂടെ കൊണ്ടുപോയി. ശരി, അപ്പൊ മൂപ്പര് ഇങ്ങനെ കുറെ ദൂരം നടന്ന് അവിടെ കുറച്ച് ദൂരം ചെന്നപ്പോ സിമ്മിണി പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇവിടെ നല്ലൊരു മരത്തണൽ കണ്ടപ്പോ ഞാൻ ഇവിടെ ഇരുന്നോളാം, ചേട്ടൻ പോയിട്ട് മാനിനൊക്കെ പിടിച്ചിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു മരത്തണൽ, കുന്നിന്റെ മുകളിലൊരു മരത്തണലില് റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു, വിശ്രമിക്കുകയാണ്. അപ്പൊ മൂപ്പര് പോയിട്ട് സിംഹം പോയി മാനിനെ പിടിക്കാൻ വേണ്ടി പോയി. കുറച്ച് കഴിഞ്ഞപ്പോ പെൺസിംഹത്തിന് ബോറടിച്ചു, വെറുതെ ഇരുന്നിട്ട് എന്നാ പിന്നെ ആൾ വരുമ്പോഴത്തേനും, ചേട്ടൻ വരുമ്പോഴത്തേനും എന്തെങ്കിലും സർപ്രൈസ് കൊടുത്താലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോ കുന്നിന്റെ മുകളിൽ താഴത്തേക്ക് നോക്കിയപ്പോ അവിടെ ഒരു ആട്ടിൻകൂട്ടം മേഞ്ഞു കിടക്കുന്നതാണ്, കുറെ ആടുകൾ മേഞ്ഞു കിടക്കുന്നത്. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണത്തിനെ പിടിച്ചത്, ചേട്ടൻ വരുമ്പോ ചേട്ടനൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ ലേഡീസിനെ പോലെ തന്നെ സിംഹത്തിന്റെ ഭാര്യയും ആഗ്രഹിച്ചു എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, സിംഹിണി ആ കുന്നിന്റെ മുകളിൽ നേരെ എടുത്ത് ആട്ടുകൂട്ടത്തിന്റെ മുകളിലേക്ക് ചാടി ഒരെണ്ണത്തിനെ പിടിക്കാന്ന് വിചാരിച്ചു. ആ ചാടി ചാട്ടത്തില് ഗർഭിണിയല്ലേ, ചാട്ടത്ര ഉഷാറായില്ല, ലക്ഷ്യത്തിലെത്തിയില്ല. ആളുകളൊക്കെ ചിന്ന ഭിന്നായിട്ട് ഓടുകയും ചെയ്തു. സിംഹം അവിടെ ഒരു പാറയില് തലയിടിച്ചു വീണു. സിംഹിണി സ്പോട്ടിൽ തന്നെ മരിച്ചു. രാജേട്ട കരയല്ലേ, കരയും മരിച്ചുപോയി. പക്ഷെ പൂർണ്ണ ഗർഭിണി ആയതുകൊണ്ട് സ്പോട്ടിൽ പ്രസവം നടന്നു. 4 കുട്ടികൾ. 3 കുട്ടികൾ മരിച്ചു, ഒരെണ്ണം മാത്രം രക്ഷപ്പെട്ടു. ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട കുട്ടി നോക്കിയപ്പോ ചുറ്റും നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. ആകെ കുറെ ആടുകളും ഇങ്ങനെ നടക്കുന്ന ഒരു ആട്ടുകൂട്ടത്തിനെ കണ്ടു. മൂപ്പരൊന്നും ചിന്തിച്ചില്ല, ആടുകളുടെ കൂടെ കൂടി. ആടുകളുടെ കൂടെ കൂടിയപ്പോ അതില് ചെറിയ ആട്ടുകുട്ടികൾ ഉണ്ടായിരുന്നു. ഈ ആട്ടുകുട്ടികൾ അമ്മ ആടിൻ്റെത് പാല് കുടിക്കുന്നത് കണ്ടു. അപ്പൊ മൂപ്പൻ പോയിട്ട് ഈ സിംഹക്കുട്ടി പോയിട്ട് ആടിന്റെ പാല് കുടിച്ചു. പിന്നെ നോക്കിയപ്പോ മറ്റേ ആട്ടുകുട്ടികൾ പുല്ല് തിന്നുന്നുണ്ട്, ഇല തിന്നുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ഉണ്ടായി ആ ആട്ടുകുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്ത് സിംഹക്കുട്ടി അവരെ കൂടെ കൊണ്ട് കൂടി. അങ്ങനെ കുറെ മാസങ്ങള് 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഈ സിംഹക്കുട്ടി വളർന്ന് വലുതായി നല്ലൊരു ഒത്ത സിംഹമായിട്ട് മാറി. അപ്പോ ഒരു ദിവസം മറ്റു സിംഹങ്ങള് വേട്ടയാടാൻ ഇറങ്ങിയപ്പോ നോക്കുമ്പോ ഒരു ആട്ടുകൂട്ടത്തിന്റെ കൂടെ ഒരു സിംഹം, നമ്മളെ പോലെ ഒത്തൊരു സിംഹത്തെ ഈ ആട്ടുകൂട്ടത്തിന്റെ കൂടെ നടക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോ സിംഹങ്ങൾക്ക് ഭയങ്കര വല്ലാത്തൊരു ആശങ്കയും, നമ്മളെ കൂട്ടത്തിൽ ഒരിക്കലും ആടുകളെ പോലെ ജീവിക്കേ, പുല്ലിൽ നിന്ന് വെള്ളം കുടിച്ചത്, ഇത് ശരിയാവില്ല. ഉടനെ തന്നെ ഒരു പെട്ടെന്ന് ഒരു മീറ്റിംഗ്, അർജന്റ് മീറ്റിംഗ് കൂടി എല്ലാവരും കൂടെ തീരുമാനിച്ചു അവരോട് പൊക്കാം. അങ്ങനെ ഒരു ബലമായിട്ട് ഈ ആട്ടുകൂട്ടത്തിന്റെ ഇടയിൽ ഈ സിംഹത്തിനെ പിടിച്ചോണ്ട് വന്ന് നേരെ നദിക്കരയിൽ കൊണ്ട് നിർത്തി വെള്ളത്തിൽ നോക്കാൻ പറഞ്ഞു. ഇതാ കണ്ട നിന്റെ പ്രതിബിംബം കണ്ട, നീ ഈ ആട്ടുകൂട്ടങ്ങളുടെ കൂടെ നടക്കാനുള്ള ആടല്ല, നീ സിംഹമാണ്. ഞങ്ങളെ പോലത്തെ സിംഹമാണ്. നീ ആട്ടുകൂട്ടങ്ങളെ കൂടെ നടക്കാനുള്ളതല്ല, ആടുകളെ വേട്ടയാടി പിടിച്ച് തിന്നേണ്ടവനാണ്, കാടിൽ ഭരിക്കേണ്ടവനാണ്, ശക്തനാണ്. നീ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നും ഈ ഒരു കാട്ടിലില്ല. നീ എന്നോട് ഏറ്റവും വലിയവൻ, നീ വിചാരിച്ചാൽ എന്തും നടന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇവനൊരു ആടായിരുന്നില്ല, ഞാനൊരു സിംഹമാണ് എന്നുള്ള ചിന്ത അവന് വന്നത്. അല്ലെങ്കിൽ അവൻ മനസ്സിലായത് ഞാനും ഒരു സിംഹമാണ്, ഇങ്ങനെ നടക്കേണ്ടവരല്ല എന്നുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചു? നമ്മളിവിടെ ഇരിക്കുന്ന പലരും അല്ലെങ്കിൽ ചിലർ എന്ത് വിചാരിച്ചു? ഞാനൊരു ആട്ടുകുട്ടിയാണ്. അതുകൊണ്ട് ആരാ നിങ്ങൾ ആട്ടുകുട്ടിയെന്ന് പറഞ്ഞത്?
ആ ആട്ടുകുട്ടി, ആ സിംഹക്കുട്ടിനെ ആടാണെന്ന് ആരെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു? അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലായേ? ആ സിംഹക്കുട്ടിക്ക് ഇതൊരു ആടിന്റെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്ന് മനസ്സിലായത് എങ്ങനെയാ? കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്ന് നോക്കിയപ്പോ ചുറ്റും ആടുകളാണ്. അപ്പൊ ഞാനും അങ്ങനെയാണെന്ന് ചിന്തിച്ചു. ആ സിംഹക്കുട്ടി ചിന്തിച്ചു ഞാനും ആടാണ് എന്നതുപോലെ തന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ബിനിൽ ഷിബു എന്താ വിചാരിച്ചത്? ബിനിൽ വിചാരിച്ചു ഞാൻ ആടുകളുടെ കൂടെ എന്നോട് ടീച്ചർ എന്താ പറഞ്ഞേ, നമ്മുടെ വീട്ടില് നിങ്ങളോടൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോണ സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോ എന്താ വീട്ടുകാർ പറഞ്ഞത്? പഠിച്ചൊരു ജോലിക്കാരി ആവണം, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാവണം. പഠിച്ചൊരു ജോലിക്കാരനാണ്, ഗെറ്റ് എ ജോബ്. ചിലപ്പോൾ എന്ത് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ജോബ് എന്ന് പറയുമ്പോ ജസ്റ്റ് ഒബേ ദ ബോസ്. അപ്പൊ പഠിച്ചൊരു ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരിയാവണം. വീട്ടുകാരിത് പറഞ്ഞു, മാതാപിതാക്കൾ അത് പറഞ്ഞു, സഹോദരങ്ങൾ അത് പറഞ്ഞു, ബന്ധുക്കളും അത് തന്നെ പറഞ്ഞു. പഠിച്ചു വലുതായി ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയാവണം. നാട്ടുകാരും അത് തന്നെ പറഞ്ഞു, പോലെ പഠിച്ചു പിടിക്കണമാണ് കേട്ടോ, നല്ല ജോലിക്കാരൻ, നല്ല വലിയ ജോലിയൊക്കെ വാങ്ങണം. സ്കൂളിൽ ടീച്ചേഴ്സ് എന്താ പറഞ്ഞ? ഞാൻ ഇവിടെ ടീച്ചറുള്ളത്, ടീച്ചറിക്കുണ്ടല്ലോ അവിടെ. ടീച്ചർ എന്താ കുട്ടികൾ പറയാറില്ല? സത്യം പറഞ്ഞു പഠിച്ചു വലുതായിട്ട് എന്താണ് പറയാറ്? ജോലി കണ്ടില്ല. ടീച്ചർ ചതിച്ചു. അപ്പൊ ടീച്ചറും പറഞ്ഞു പഠിച്ചു വലുതായിട്ട് ഒരു ജോലി വാങ്ങണം. എന്തുകൊണ്ടാണെന്നറിയോ? പഠിച്ചു വലുതായിട്ട് ജോലി വാങ്ങണം ടീച്ചറും പറഞ്ഞു. കൂട്ടത്തിൽ ഇത്തിരി ഇവരുള്ള ടീച്ചറുകളാണ്. ആ ടീച്ചറും പറഞ്ഞു ജോലിക്കാരനാണ്, ജോലിക്കാരിയാണ്. എന്തുകൊണ്ടായിരിക്കും? ടീച്ചർ ചെയ്യുന്ന ജോലിയിൽ പിന്നെ ടീച്ചർ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയോ? എങ്ങാനും ടീച്ചർ പറയുന്നത് പഠിച്ചു വലിയൊരു ബിസിനസ്സുകാരിയാവണം, ബിസിനസ്സുകാരനാവണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേരാ തിരിച്ചു ചോദിക്കും ടീച്ചറിന്റെ ബിസിനസ്സുകാരിയാണെന്ന് ചോദിക്കും അല്ലെ? ചോദിക്കും. അപ്പൊ നമ്മളതിന് റിസ്ക് എടുക്കാൻ പോയില്ല. കുട്ടികളോട് പറഞ്ഞു നീ പഠിച്ച് വലിയൊരു ജോലിക്കാരനാവണം, ജോലിക്കാരിയാവണം. അപ്പൊ നമ്മളിങ്ങനെ ഈ കോലത്തിലാക്കിയതാരാ? നിങ്ങൾ കുറ്റോണോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു കോടീശ്വരനോ കോടീശ്വരിയോ ആയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ടീച്ചറാണ്. എല്ലാവരും സമൂഹം, പാരന്റ്സ്, അച്ഛനമ്മ, സഹോദരങ്ങള്, ബന്ധുക്കള്, അയൽവാസികള്, നാട്ടുകാര്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇവരെല്ലാവരും പറഞ്ഞത് പഠിച്ചു ജോലി വാങ്ങണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്തു, ജോലി വാങ്ങുകയും ചെയ്തു. പലതരത്തിലുള്ള ജോലികളായിട്ട് എല്ലാവരും വാങ്ങി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോ? നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഇപ്പൊ എന്താ പറ്റിയേ? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഫലത്തില് നോക്കട്ടെ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആര് ഇപ്പൊ എവിടെ വന്നിരിക്കുന്നത്? ഇപ്പൊ സിംഹത്തിന്റെ മടയിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സിംഹത്തിന്റെ അവിടെ കുറച്ച് സിംഹങ്ങൾ മീറ്റിംഗ് കൂടിയിട്ടുള്ള പിടിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ ആരെ പിടിച്ചിട്ടുള്ളത് കൊണ്ട്? ശീല ചേച്ചിയും അതിലിങ്ങനെ കറങ്ങി നടന്നപ്പോ ഒരു സിംഹക്കുട്ടി അവിടെ ഇങ്ങനെ ആട്ടുകൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഏതോ ബാങ്കിന്റെ മാനേജർ ക്യാബിൽ ഇരിക്കുന്നുണ്ട് ഒരു ആട്ടുകുട്ടി. അപ്പൊ പറഞ്ഞു നീ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, നീ ആട്ടുകുട്ടിയല്ല, സിംഹം ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തതേ കണ്ട്. ഇവിടെ കുറെ മാസം 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം അതിന് മുകളിലൊക്കെ പൈസ കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ആ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മാനേജർ ആട്ടുകുട്ടി ഇന്ന് മുതൽ സിനിമയിൽ. അപ്പൊ ആ അദ്ദേഹത്തിന് കൊടുത്ത് നല്ലത് കൈയ്യടി. ലഞ്ച് ബ്രേക്ക്. റെഡി? സമാധാനായില്ലേ? അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. ബാക്കി നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സംസാരിക്കാൻ പോണ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒരു ഹിന്റ് തരാം. നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്കൊരു കാര്യം നേടേണ്ടത്? എന്തായിക്കോട്ടെ നിങ്ങൾ നേടുന്ന കാര്യങ്ങൾ, അത് 100 കോടിയോ 1000 കോടിയോ 10 കോടിയോ 50 കോടിയോ അതിന് മുകളിലോ ഒക്കെ വാല്യൂ ഉള്ള എന്ത് കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട ഒരു 150 രൂപയുടെ സാധനം ആയിക്കോട്ടെ, എന്ത് സാധനവും നമ്മൾ നേടുന്നതിന് നമുക്കൊരു രീതിയുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളോട് നേരത്തെ പല കാര്യങ്ങളും ഇമ്പോസിബിൾ, ദ വേർഡ് ഇറ്റ്സെൽഫ് സേസ് ഐ ആം പോസിബിൾ അല്ലെ? ഇമ്പോസിബിൾ എഴുതിയ പേപ്പറിൽ ഇമ്പോസിബിൾ IMPOSSIBLE ഇമ്പോസിബിൾ. ആ ഐയുടെ മുകളിൽ അപ്പോസ്ട്രോഫി ഇട്ട് നോക്കിയേ. അപ്പൊ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്?
ഐ ആം പോസിബിൾ. അപ്പൊ ഈ ഐ ആം പോസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ നടക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഇന്നിവിടെ ഉച്ചയ്ക്ക് ശേഷം നടത്താം. കുറച്ച് ചെറിയ ചെറിയ പ്രാക്ടീസുകളൊക്കെ 2-3 പ്രാക്ടീസ് പറയട്ടെ. ഒന്ന്, നല്ല തന്തൂരി അടുപ്പിൽ നമ്മൾ തന്തൂരി കത്തിക്കുന്ന കരിയില് തീക്കനലിന്റെ മുകളിൽ കൂടെ ചെരിപ്പിടാതെ നടക്കാം. റെഡിയല്ലേ? കുപ്പിച്ചില്ലിന്റെ മുകളിൽ കൂടെ ഡാൻസ് കളിച്ച് ഓടി നടക്കാം. ഒരു 100-150 കുപ്പികൾ പൊട്ടിച്ചിടും. അതിന്റെ മുകളിൽ കൂടെ ചെരിപ്പിടാണ് ഇങ്ങനെ നടക്കാം. റെഡിയല്ലേ? റെഡിയല്ലേ? അല്ല പറ്റിക്കിടല്ല കാര്യമായിട്ട് തമാശ പറയുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുന്ന വെയിറ്റ് എത്ര ആയിരിക്കും? ഏകദേശം നമ്മളുടെ ഭാരത്തിന്റെ ഈക്വലോ അല്ലെങ്കിൽ പകുതിയൊക്കെ ആയിരിക്കില്ല ഒരാൾ സാധാരണ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ 3 ഇരട്ടിയൊക്കെ നമ്മൾ പൊക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരാൾ ഒരു 70 കിലോ വെയിറ്റ് ഉള്ള ഒരാള് ഒരു 200 കിലോ പൊക്കിയാൽ അല്ലെങ്കിൽ അതിന്റെ താങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അത് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. തീകരന്റെ മുകളിൽ കൂടെ നടക്കാം, കുപ്പിച്ചിലിന്റെ മുകളിൽ കൂടെ നടക്കാം. മരിച്ചുപോയ ആൾക്കാർ ഇനി ഒന്നുകൂടെ കാണണമെന്ന് വിചാരിച്ചാൽ അത് നടക്കും. അതിനുള്ള സമയമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. നോക്കാം. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ വെച്ച് നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങളുടെ ബ്രെയിനിന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പ്രാക്ടീസുകൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനുണ്ട്. ആരും മൂങ്ങരുത്. ആർക്കെങ്കിലും അങ്ങനത്തെ പ്ലാൻ ഉണ്ടാ? ഈ തീക്കനലിൽ കൂടെ നടത്താനും ഈ കുപ്പിച്ചില് മുങ്ങാൻ പറ്റില്ല. കേട്ടിട്ടില്ല? എല്ലാരും കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും മുങ്ങൂലെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ നോക്കട്ടെ. തീക്കനലിന്റെ കേസ് ഉറപ്പിച്ചിട്ടില്ല. എന്തായാലും കുപ്പിച്ചിന്റെ ഓരോ കാര്യങ്ങളും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? റെഡി അല്ലേ? യെസ്. കുപ്പിച്ചിലും ബാക്കി കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അങ്ങനെ പ്രാക്ടീസുകളിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പുള്ളവരൊക്കെ നോമ്പൊക്കെ തുറക്കുക. അതിനുള്ള ബ്രേക്ക് ഉണ്ടാവും. അതിനുശേഷം വീണ്ടും നമുക്ക് ഡിന്നറിന് മുമ്പ് ഒരു സെഷനും കൂടെ, ദെൻ ഡിന്നറോടുകൂടി ക്ലോസ് ചെയ്യാം. ഓക്കെ? ഹാവ് എ ലഞ്ച് ബ്രേക്ക്. ബൈ. ഓക്കെ. അപ്പൊ കറക്റ്റ് 3 മണിക്ക് എല്ലാവരും ഹോളിൽ ഉണ്ടാവണം. റെഡി അല്ലേ? അപ്പൊ ആദ്യം എത്ര